Foreign Trade Policy 2009-14 or EXIM policy, that is Export-Import Policy. India's Export-Import Policy, also known as Foreign Trade Policy, in general aims at developing export potential, improving export performance, encouraging foreign trade, and creating favorable balance of payments position. The new foreign trade policy clearly gives the message to double India's exports of goods and services by 2014 and double its share in global trade by 2020. ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫോറിൻ ട്രേഡ് പോളിസി. പൊതുവെ അത് എയിം ചെയ്യുന്നത് നമ്മുടെ എക്സ്പോർട്ട് ശേഷി വർദ്ധിപ്പിക്കുക, നമ്മുടെ എക്സ്പോർട്ട് പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക, ഫോറിൻ ട്രേഡ് വർദ്ധിപ്പിക്കുക, പ്രോത്സാഹിപ്പിക്കുക, അനുകൂലമായ ബാലൻസ് ഓഫ് പേയ്മെന്റ്സ് പൊസിഷൻ അറ്റൈൻ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. പുതിയ 2009-2014 ഫോറിൻ ട്രേഡ് പോളിസി വളരെ വ്യക്തമായി നൽകുന്ന ഒരു മെസ്സേജ് ഇതാണ്: ഇന്ത്യയുടെ എക്സ്പോർട്ട് ഗുഡ്സ് ആൻഡ് സർവീസ് എക്സ്പോർട്ട് ഡബിൾ ആക്കി മാറ്റുക 2014 അതുപോലെ ഗ്ലോബൽ ട്രേഡിൽ ഇന്ത്യയുടെ ഷെയർ അത് നിലവിലുള്ളതിന്റെ ഇരട്ടിയാക്കി മാറ്റുക 2020. Now let us find out what are the important highlights of this new foreign trade policy 2009-14. ഇതിന്റെ പ്രധാനപ്പെട്ട സവിശേഷത ഏതൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ഒന്ന്, ഡ്യൂട്ടി എൻടൈറ്റിൽമെന്റ് പാസ്ബുക്ക് സ്കീം എക്സ്റ്റെൻഡഡ് ടിൽ ഡിസംബർ 2010. മുമ്പ് നിലവിലുണ്ടായിരുന്ന ഒരു സ്കീമാണ് ഡ്യൂട്ടി എൻടൈറ്റിൽമെന്റ് പാസ്ബുക്ക് സ്കീം. അത് 2010 വരെ നീട്ടാൻ തീരുമാനിച്ചു. അടുത്തത്, എക്സ്റ്റൻഷൻ ഓഫ് സോപ്സ് ഫോർ എക്സ്പോർട്ട് ഓറിയന്റഡ് യൂണിറ്റ്സ് ടിൽ മാർച്ച് 2011. എക്സ്പോർട്ട് ഓറിയന്റഡ് ആയ സ്ഥാപനങ്ങൾക്ക് നിലവിലുള്ള ഇളവുകൾ 2011 വരെ തുടരാൻ തീരുമാനിച്ചു. എക്സ്പോർട്ട് ടാർഗറ്റ് ഓഫ് $2,300 billion സെറ്റ് ഫോർ 2010-11. 2010-11 എക്സ്പോർട്ട് ടാർഗറ്റ് $2,300 billion നിശ്ചയിച്ചു. ഗ്രോത്ത് ടാർഗറ്റ് ഓഫ് 15% ഫോർ നെക്സ്റ്റ് 2 years, 25% thereafter. വളർച്ചാ നിരക്ക് അടുത്തു വരുന്ന 2 വർഷം 15%, അതിനുശേഷം 25% തീരുമാനിച്ചു. ഇന്റർ മിനിസ്ട്രിയൽ ഗ്രൂപ്പ് ടു അഡ്രസ് ഇഷ്യൂസ് റേസ്ഡ് ബൈ എക്സ്പോർട്ടേഴ്സ്. എക്സ്പോർട്ടേഴ്സ് നേരിടുന്ന പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ വിവിധ മിനിസ്ട്രികളുടെ ഒരു സംയുക്തമായിട്ട് ഒരു ഗ്രൂപ്പ് തീരുമാനിക്കപ്പെട്ടു. ഒബ്ലിഗേഷൻസ് അണ്ടർ എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം റിലാക്സ്ഡ്. നിലവിലുണ്ടായിരുന്ന സ്കീമാണ് എക്സ്പോർട്ട് പ്രൊമോഷൻ ക്യാപിറ്റൽ ഗുഡ്സ് സ്കീം. അതിനകത്തുള്ള അടയ്ക്കേണ്ട ബാധ്യതകൾക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ നൽകി. പെർമിഷൻ ഫോർ ടാക്സ് റീഫണ്ട് സ്കീം ഫോർ ജ്വല്ലറി സെക്ടർ. ജ്വല്ലറി സെക്ടറിലും ടാക്സ് റീഫണ്ട് ചെയ്യുന്ന സ്കീമിന് അംഗീകാരം കൊടുത്തു. നോ ഫീ ഓൺ ഗ്രാന്റ് ഓഫ് ഇൻസെന്റീവ്സ് ടു കട്ട് ട്രാൻസാക്ഷൻ കോസ്റ്റ്. ട്രാൻസാക്ഷൻ കോസ്റ്റ് കട്ട് ചെയ്ത് നൽകുന്ന ഇൻസെന്റീവ്സ് നിലവിലുള്ള ഫീ ഒഴിവാക്കി എന്നതാണ്. പ്ലാൻ ഫോർ ഡയമണ്ട് ഹൗസസ് ഇൻ ദി കൺട്രി. രാജ്യത്ത് ഡയമണ്ട് ഹൗസ് തുടങ്ങാനുള്ള പദ്ധതി ഗവൺമെന്റ് ഇതിലൂടെ സ്വീകരിച്ചു. സിംഗിൾ വിൻഡോ സ്കീം ഫോർ ദി ഫാം എക്സ്പോർട്സ്. ഫാം എക്സ്പോർട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏകജാലക സംവിധാനം നടപ്പാക്കി. റീ എക്സ്പോർട്ട് ഓഫ് അൺയൂസ്ഡ് ലെതർ allowed subject to 50% ഡ്യൂട്ടി. ഈ ഉപയോഗിക്കാത്ത ലെതറുകൾ വീണ്ടും ഇറക്കുമതി ചെയ്താണ്, അത് വീണ്ടും കയറ്റുമതി ചെയ്യാനുള്ള ഒരു സംവിധാനം 50% ഡ്യൂട്ടി. മറ്റൊന്ന്, മിനിമം വാല്യൂ അഡീഷൻ ഫോർ ടീ റെഡ്യൂസ്ഡ് ടു 50% ഫ്രം 100%. മിനിമം വാല്യൂ അഡീഷൻ ടീയെ സംബന്ധിച്ച വാല്യൂ അഡീഷൻ എന്ന് പറയുന്നത് 50% എന്നതിൽ നിന്ന് 100-ൽ നിന്ന്. Export units allowed to sell 90% of goods in domestic market. Export oriented യൂണിറ്റുകൾക്ക്
അവരുടെ 90% ഉൽപ്പന്നങ്ങളും നമ്മുടെ നാട്ടിൽ തന്നെ വിൽക്കാനുള്ള സാഹചര്യം ഒരുക്കി. പ്രൊവിഷൻ ഫോർ സ്റ്റേറ്റ് റൺ ബാങ്ക്സ് ടു പ്രൊവൈഡ് ഡോളർ ക്രെഡിറ്റ്. സ്റ്റേറ്റ് റൺ ചെയ്യുന്ന സ്റ്റേറ്റിന് ഉടമസ്ഥയിലുള്ള ബാങ്കുകൾക്ക് ഡോളർ ക്രെഡിറ്റ് നൽകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാക്കി. എന്ന് പറഞ്ഞാൽ ആ ബാങ്കിനെ സമീപിച്ചാൽ ഡോളർ ലഭിക്കും. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ്. 26 ന്യൂ മാർക്കറ്റ്സ് ആഡഡ് ടു ഫോക്കസ് മാർക്കറ്റ് സ്കീം. മാർക്കറ്റ് സ്കീമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് 26 പുതിയ മാർക്കറ്റുകൾ കൂടി ആഡ് ചെയ്യപ്പെട്ടു. നമ്പർ ഓഫ് ഡ്യൂട്ടി ഫ്രീ സാമ്പിൾസ് ഫോർ എക്സ്പോർട്ടേഴ്സ് റേസ്ഡ് ടു 50 പീസസ് ഫ്രം 15 പീസസ്. ബട്ട് ഡ്യൂട്ടി ഫ്രീ സാമ്പിൾസ് എക്സ്പോർട്ട് സംബന്ധിച്ച് സാമ്പിൾ ഡ്യൂട്ടി ഇല്ലാണ്ട് ഉണ്ടാവുള്ള 15 നിന്നും 50 ആക്കി വർദ്ധിപ്പിച്ചു. ന്യൂ ഡയറക്ടറേറ്റ് ഓഫ് ട്രേഡ് റെമഡി മെഷേഴ്സ് ടു ബി സെറ്റപ്പ്. എന്താണ് പുതിയ എക്സ്പോർട്ട് സംബന്ധിച്ച് അവർ നേരിടുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളികൾ പരിഹരിക്കാൻ ആവശ്യമായ പുതിയൊരു ഡയറക്ടറേറ്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ ഗവൺമെന്റ് സ്വീകരിച്ചു. സീറോ ഡ്യൂട്ടി അണ്ടർ ടെക്നോളജി അപ്ഗ്രേഡ് സ്കീം. ടെക്നോളജി അപ്ഗ്രേഡേഷൻ ആണെങ്കിൽ ഡ്യൂട്ടി അടയ്ക്കാതെ എന്താണ് മെഷീനറി കൊണ്ടുവരാനുള്ള സംവിധാനം ഗവൺമെന്റ് ഒരുക്കി. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട 2009-2014 എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസിയുടെ സവിശേഷതകൾ. ഓക്കെ, താങ്ക് യു.